ഇന്ന് ചെയ്യാൻ പോകുന്നൊരു ചിക്കൻ പിസയാണ്. സൗത്ത് ഇന്ത്യൻ മാരിനേഷനിൽ ഉണ്ടായിരിക്കുന്ന സാധാരണ നമുക്കെല്ലാം കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്ന ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിസ്സ. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം. അപ്പോൾ പിസ്സ തയ്യാറാക്കേണ്ടത് നമ്മൾ ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് എടുത്തു, അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് അല്പം വെള്ളം, ചെറു ചൂടുവെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, തിളച്ച വെള്ളമല്ല, ചൂടാറിയ വെള്ളം, അല്പം ചെറു ചൂടുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ സ്പൂൺ കൊണ്ട് തന്നെ, കൈ ടച്ച് ചെയ്യുന്നില്ല, സ്പൂൺ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഇതൊരു 15 മിനിറ്റ് മാക്സിമം മതിയാവും. നല്ലോണം ഈസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ശരിക്കും പുളിച്ച് പൊന്തി വരും. ഇനി നമ്മൾ 2 കപ്പ് മൈദ, 10 മിനിറ്റ് ശേഷം പുളിച്ചതിന് ശേഷം മാത്രം നമ്മൾ മൈദ മിക്സ് ചെയ്യുന്നുള്ളൂ. 2 കപ്പ് 200 ഗ്രാമോളം നമ്മൾ എടുത്തിട്ടുണ്ട്. 2 കപ്പ് മൊത്തം 400 ഗ്രാം മൈദ എടുത്തു. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ പുളിക്കാൻ വെച്ചിട്ടുള്ള ഈസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് ചെറു ചൂടുവെള്ളം, നമ്മൾ തണുത്ത വെള്ളം എടുക്കുന്നില്ല, ചെറു ചൂടുവെള്ളം അല്പമായിട്ട്, മാക്സിമം 200 മില്ലി വെള്ളം മതിയാവും. 1/2 ടീസ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചു കൊടുത്താണ് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ ലൂസായിട്ടാണ് കുഴിക്കുന്നത്, ചപ്പാത്തി മാവും പൊറോട്ടയ്ക്ക് കുഴയ്ക്കുന്നതിൽ ലൂസായിട്ട്. ഇത്തിരി വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും, അതിന് വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ടുള്ള ആണ് നമ്മളിപ്പോൾ കുഴച്ച് വയ്ക്കുന്നത്. അല്പം മൈദ എടുത്ത് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ട്, ആ മാവ് പെട്ടെന്ന് പുളിക്കാൻ വേണ്ടിയാണ് നമ്മൾ വളരെ സോഫ്റ്റായിട്ട്, ഒട്ടും ടൈറ്റായിട്ടല്ല, വളരെ സോഫ്റ്റായിട്ടാണ് നമ്മൾ മൈദ മാവ് കുഴച്ച് മാറ്റി വയ്ക്കുന്നത്. പിന്നെ നമ്മൾ ശരിക്കും അത് ഇതാവുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണ്. മൈദ, ഈസ്റ്റ്, പഞ്ചസാര, ഉപ്പ്, വെള്ളം, ഇത്രയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അല്പം ഓയിൽ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒരു 4 അല്ലെങ്കിൽ 5 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈസ്റ്റ് ഇപ്പോൾ നല്ലോണം ഇട്ടു, നമുക്ക് 2 മണിക്കൂറിനുള്ള നല്ല രീതിയിൽ പുളിച്ച് വരും. ഇനി നമ്മൾ അല്പം ഓയിൽ അതിൻ്റെ മുകളിൽ പുരട്ടി ഡ്രൈ ആവാതെ ഒരു നനഞ്ഞ തുണി അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നമ്മൾ 2-3 മണിക്കൂർ നേരത്തേക്ക് ആ ദോ മാറ്റി വയ്ക്കുകയാണ്. ആ മാവ് ശരിക്കും പൊന്തി വരുന്ന സമയം കൊണ്ട് നമ്മൾ പിസ്സയുടെ മസാല തയ്യാറാക്കാനാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ടൊമാറ്റോ ബ്ലാഞ്ച് ചെയ്യാണ്. അതായത് ടൊമാറ്റോൻ്റെ പുറത്തെ സ്കിന്ന് നമ്മൾ കളയാണ്. ആ തൊലി കളയാനായിട്ട് നമ്മൾ ചൂടായ വെള്ളത്തിലേക്ക് അതിൻ്റെ പുറം ഭാഗം 4ആയിട്ട് വരഞ്ഞിട്ട് അതിൻ്റെ തൊലി വിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ പുറം ഭാഗം നടുക്കുള്ള ആ ഒരു കറുത്ത ഇത് നമ്മൾ കളഞ്ഞിട്ട് ബാക്ക് സൈഡ് മാത്രം കളഞ്ഞിട്ട് അത് വെള്ളത്തിലേക്ക് ചൂടെടുത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 10 മിനിറ്റ് കഴിയും. നല്ല തിളച്ച വെള്ളത്തിലേക്ക് 10-15 മിനിറ്റ് കഴിയുമ്പോൾ 6 തക്കാളി എടുത്തിരിക്കുന്നത്, അതിൻ്റെ സ്കിന്ന് ശരിക്കും ഇതായിട്ട് കിട്ടും. നമ്മളെ തൊലി മാത്രമായിട്ട് ആദ്യം മാറ്റി വയ്ക്കുകയാണ്. ഇത് നമ്മൾ ഒന്നുകൂടി മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയാണ് ഈ സ്കിന്ന് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ തൊലി നമ്മൾ മാത്രമായിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കൈകൊണ്ടാണ് ശരിക്കും ഇത് കുഴയ്ക്കുന്നത്. അപ്പോൾ അതിൽ കൈകൊണ്ട് അതായത് ശരിക്കും മിക്സ് ആവാത്ത സാധനങ്ങൾ നമ്മൾ മിക്സിയിലിട്ട് കൊടുത്ത് ഫൈനായിട്ട് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ടൈറ്റായിട്ട് ഒരുപാട് മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ ശരിക്കും വെള്ളമായിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ കൈകൊണ്ട് തന്നെ ഇതിനെ ശരിക്കും പിഴിഞ്ഞെടുക്കുന്നത്. ഇനി നമ്മൾ അതിൻ്റെ മസാല തയ്യാറാക്കണം. പിസ്സയുടെ മസാല തയ്യാറാക്കാനായിട്ട് നമ്മൾ പാനിലേക്ക് ബട്ടറിലാണ് ഈ സാധനം സോട്ട് ചെയ്യുന്നത്, നല്ല ഇതിന് വേണ്ടിയിട്ട്. അതിലേക്ക് നമ്മൾ ഒരു വെളുത്തുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുത്തു. ബട്ടർ അല്പം ഇട്ട് കൊടുത്തു, അതിലേക്ക് വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ട് കൊടുത്തു. ഇനി അതിലേക്ക് മിക്സിയുടെ നമ്മൾ സ്കിന്ന്, തക്കാളിയുടെ പുറത്തെ തൊലി മാത്രമായിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചത്, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അത് മാത്രം ഇട്ടിട്ടാണ് നമ്മൾ ടൈറ്റായിട്ട് തന്നെയാണ് ശരിക്കും ആ ഇത് മാത്രം ഫൈനായിട്ട് പേസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു. പിന്നെയാണ് നമ്മൾ ശരിക്കും കുഴച്ച് വച്ചിട്ടുള്ള ഒട്ടും വെള്ളമില്ലാത്ത ടൊമാറ്റോൻ്റെ പ്യൂരി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 6 ടൊമാറ്റോ ആണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ തക്കാളിയുടെ ശരിക്കും നമ്മൾ കൈകൊണ്ട് കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു നീരും ഇതെല്ലാം കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു 10 മിനിറ്റോളം നമ്മളിതിനെ സോട്ട് ചെയ്യണം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് തന്നെ സോട്ട് ചെയ്യാൻ കുഴപ്പമില്ല. നമ്മൾ ഒരുവിധം സോട്ടായിട്ട് വരുമ്പോൾ അതിൻ്റെ മസാല ഇടാണ്. കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരല്പം നുള്ള് മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമ്മൾ ഉണക്കമുളക് ക്രഷ് ചെയ്തത്, ഒരു 3 ഉണക്കമുളക് ക്രഷ് ചെയ്ത് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ്, ഇതാണ് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് തരുന്നത്. ഇത് നമ്മൾ ഒരു 4 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ് ഇതിന് കിട്ടും.
ആ ശരിക്കും ഒരു തിക്കായിട്ട് വരും നമ്മുടെ മസാല. ഇപ്പോൾ ശരിക്കും മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ട് കൊടുത്തില്ല, ഒരു 1/4 ടേബിൾ സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തു. ഒറിഗാനോണ് നമ്മൾ ഇട്ട് കൊടുത്തത്, ഒരു 1/2 ടേബിൾ സ്പൂൺ ഒറിഗാനോ, ഒരു 1/4 ടേബിൾ സ്പൂണോളം പഞ്ചസാര. അപ്പോൾ പഞ്ചസാരയുടെ മധുരവും ടൊമാറ്റോ പേസ്റ്റിൻ്റെ ഒരു ഇത്തിരി സ്വീറ്റ്നസ്സും കൂടി അതിന് വരും. പുളിരസവും മധുരവും എരിവും കൂടി കൂടിയൊരു മസാലയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ചിക്കൻ നമ്മൾ മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ 200 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ആണ്. അതിനെ വളരെ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തു. ഒട്ടും വെള്ളമില്ലാതെ നമ്മളിതിന് മസാല മിക്സ് ചെയ്യണം. 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. മസാല ഓവറായി കഴിഞ്ഞാൽ ഇതായി പോകും. ഇനി ഇതിലേക്ക് ജീരകത്തിൻ്റെ പൊടി 1/4 ടേബിൾ സ്പൂണോളം, ഉണക്കമുളക് ക്രഷ് ചെയ്ത് ഒരു 3 എണ്ണം, പിന്നെ ഇതിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ. ഇനി ഒറിഗാനോ നമ്മൾ ജസ്റ്റ് ഒന്ന് കയ്യിൽ തിരുമ്മിയത് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ചിക്കന് അല്പം മസാല കൂടുതലാണ്, നമുക്ക് ഇത്രയും മസാല ഇടണമെന്നില്ല. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തു. ഇനി നമ്മൾ പിസ്സയുടെ ഇത് റെഡിയാക്കി അതേ പാനിലേക്ക് തന്നെ നമ്മൾ ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുകയാണ്. വളരെ കുറഞ്ഞ ഫയറിലാണ് നമ്മൾ ഈ സാധനം ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു. ചിക്കൻ്റെ സ്റ്റോക്ക് എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളിതിനെ അടച്ചു വെച്ച് ബോയിൽ ചെയ്യണം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് മാക്സിമം. വളരെ സോഫ്റ്റായിട്ടാണ് സാധനം ആവണേ. സോഫ്റ്റായിട്ട് ചിക്കൻ നല്ലോണം വെന്ത് കിട്ടും. അടച്ചു വെച്ച് നമ്മളൊരു 15 മിനിറ്റോളം ചിക്കൻ വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒട്ടും വെള്ളം, വളരെ കുറച്ച് വെള്ളം മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. വെള്ളം അധികം വേണ്ട. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഡ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ പിസ്സയുടെ ദോ ശരിക്കും പുളിച്ച് വന്നു, ശരിക്കും സോഫ്റ്റായി. നമ്മൾ 2 ദോ ആണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമ്മൾ മുറിച്ച് മാറ്റി നമ്മൾ ചെറിയൊരു റൗണ്ട് രൂപത്തിലേക്ക് ആക്കിയിട്ട് പരത്തുന്നതായിരിക്കും നല്ല ഷേപ്പ് കിട്ടാനായിട്ട് നല്ലത്. അപ്പോൾ നമ്മൾ പൊറോട്ടയും ചപ്പാത്തിയൊക്കെ ചെയ്യുന്നവർ ആദ്യം റൗണ്ടാക്കുക. എന്നിട്ട് നമ്മുടെ റോളർ കൊണ്ട് പതുക്കെ ഒന്ന് സൈഡ് മാത്രം നല്ല രീതിയിൽ പരത്തിയെടുക്കുക. മൈദ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം പരത്തിയെടുക്കാൻ, അല്ലെങ്കിൽ ഒട്ടി പിടിക്കും. നല്ല സോഫ്റ്റാണ്. ശരിക്കും വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ് അതിന്. അതുകൊണ്ട് നമ്മൾ സൈഡ് മാത്രം കൈ കൊണ്ട്, സൈഡാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. നടുഭാഗം ഒരുപാട് നൈസാക്കരുത്. സൈഡ് മാത്രം ശരിക്കും നമ്മൾ നല്ല രീതിയിൽ പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ക്യാപ്സിക്കവും തക്കാളിയും നമ്മളെ പാനിലിട്ട് ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് വേവിക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് ഇതാക്കുന്നുള്ളൂ. 1/2 ടേബിൾ സ്പൂണോളം ബട്ടറിലാണ് നമ്മളിത് ചെയ്യുന്നത്. വളരെ സോഫ്റ്റായിട്ട് ഇതിനെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. അല്പം ഉപ്പും അല്പം കുരുമുളക് പൊടി മാത്രമേ ഇതിലിടുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ. ഒരുപാടായി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോവും. ഇനി നമ്മളൊരു തവ വച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പാൻ ചെയ്യുന്നത്. ഡയറക്റ്റായിട്ട് നമ്മളിതിന് തീ കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഒരു തവ വച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ പിസ്സ ചുട്ടു കൊടുക്കാനായിട്ട് നമ്മൾ അതിലേക്ക് ആദ്യം തന്നെ ഓയിലല്ല, ജസ്റ്റ് ബട്ടർ നമ്മൾ ചെറിയൊരു പീസ് ഇട്ടിട്ട് അതൊന്ന് മെൽറ്റ് ഇതായതിനു ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ദോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ ചൂടായി വരുന്നതനുസരിച്ച് ഒരു ഫോർക്ക് ഉപയോഗിച്ച് പൊന്തി വരുന്ന ഭാഗങ്ങൾ നമ്മൾ ഇതേപോലെ ഹോളിട്ട് കൊടുക്കുകയാണ്. ആ എയർ മുഴുവനായിട്ട് പോകാനായിട്ട് നമ്മൾ പിസ്സയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ വളരെ ഇതായിട്ട് തന്നെ ഹോളിട്ട് കൊടുത്തു. ടൂത്ത് പിക്കോ അങ്ങനെ എന്തുപയോഗിച്ചാലും നമുക്ക് ചെറുതായി ഹോളിട്ട് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് 8 മിനിറ്റ് ആയിരിക്കുമ്പോൾ നല്ലോണം അടി ഒരു ബ്രൗൺ കളറാവും. അപ്പോൾ നമ്മൾ പതുക്കെ മറച്ചിടുക. ഇത് സ്ലോ ഫയറാണ്. ഡയറക്റ്റായിട്ട് നമ്മളിതിലേക്ക് ഹീറ്റ് കിട്ടുന്നില്ല. ഒരു പാനിലൂടെയാണ് ചൂട് നമ്മുടെ തവയിലേക്ക് വരുന്നത്. ഒരു 2 മിനിറ്റ് മറിച്ചിട്ടതിന് ശേഷം ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ തിരിച്ചിട്ട് നമ്മൾ മസാല ചേർക്കുകയാണ്. അതിനായിട്ട് 1 ടേബിൾ സ്പൂണോളം മയോണൈസാണ് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത്. മയോണൈസ് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് ഓപ്ഷണലാണ്, വേണമെന്നില്ല. ഇനി അതിലേക്ക് നമ്മൾ മൊസറല്ല ചീസ് 100 ഗ്രാമോളം മൊസറല്ല ചീസ് മൊത്തത്തിൽ ഇടുന്നുണ്ട് നമ്മൾ. അത് നമ്മൾ ഗ്രേറ്റർ ഉപയോഗിച്ച് നല്ലോണം ഗ്രേറ്റ് ചെയ്ത് മൊസറല്ല ചീസ് ഇട്ടു. ഇനി അതിലേക്ക് പിസ്സയുടെ സോസ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ടൊമാറ്റോയുടെ സോസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അത് 2 ടേബിൾ സ്പൂണോളം. മൊത്തം നമ്മൾ 6 ടൊമാറ്റോ എടുത്ത് 2 പിസ്സ തയ്യാറാക്കാനാണ്. ഇതിൽ നമ്മൾ അതിൻ്റെ പകുതി മസാല ഇതിലെടുക്കുന്നുണ്ട്. അതായത് 3 ടൊമാറ്റോൻ്റെ മസാല 2 ടേബിൾ സ്പൂണോളം വരും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇതിൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ കുക്കായിട്ടുള്ള ചിക്കൻ നമ്മളൊരു 15 മിനിറ്റ് ശരിക്കും കുക്കായിട്ടുള്ള ചിക്കനിൻ്റെ മുകളിലേക്ക് നമ്മൾ മസാല ശരിക്കും പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും തക്കാളി ഇട്ട് കൊടുത്തു. അതൊരു ഗാർണിഷിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. വളരെ സ്ലോ ഫയറിലാണ് ഇപ്പോൾ നമ്മൾ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് അല്പം കൂടി മൊസറല്ല ചീസ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു.
ഇനി അതിൻ്റെ മുകളിലേക്ക് ക്രഷ് ചെയ്തിട്ടുള്ള മുളക്, ഒരു 1/2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്തിട്ടുള്ള മുളക്, അല്പം ഒറിഗാനോ, ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന മസാല. ഇനി നമ്മൾ അടച്ചു വയ്ക്കുകയാണ്. ഇതൊരു നല്ല ഈ ടെമ്പറേച്ചറിൽ തന്നെ ഒരു അരമണിക്കൂർ ഇങ്ങനെ കുക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ചീസെല്ലാം ശരിക്കും മെൽറ്റായിട്ട് വരും. ചൂടായിട്ടുള്ള പാൻ നമ്മൾ പിസയുടെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യുകയാണ്. ആ ഒരു ആവി പിസയുടെ മുകളിൽ അടിക്കുമ്പോൾ അല്പം കൂടി ചീസ് ഒന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ നമ്മൾ 3-4 തവണയായിട്ട് അത് ചെയ്തിരുന്നത്, അതങ്ങനെ പൂർണ്ണമായിട്ട് നമ്മൾ കാണിച്ചിട്ടില്ല ഇതിൽ. അപ്പോൾ നമ്മുടെ ഒരു പീസ് തയ്യാറായി കഴിഞ്ഞു. നമ്മൾ രണ്ടാമത്തെ പീസ് തയ്യാറാക്കാണ്. ഇതേപോലെ തന്നെ നല്ലോണം പരത്തി അതിനെ പാനിലിട്ട് ചുട്ടെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതെല്ലാം നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത പിസയിൽ നമ്മൾ മാരിനേഷനായിട്ട് ഉപയോഗിക്കുന്ന സൗത്ത് ഇന്ത്യൻ മാരിനേഷനാണ്. ഇത് പല രീതിയിൽ ചെയ്യാം. ഇപ്പോൾ കോണ്ടിനെൻ്റിലാകുമ്പോൾ നമുക്ക് ഹെർബ്സ്, പിന്നെ റോസ്മേരി, തൈമ എല്ലാം ഇട്ടിട്ട് വേറെ രീതിയിൽ നമുക്ക് പിസ തയ്യാറാക്കാം. ഇപ്പം നമുക്ക് വീട്ടിൽ കിട്ടുന്നതായിട്ടുള്ള സംഭവങ്ങൾ, മസാലകൾ, അത് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് പല ടേസ്റ്റിലും ഈ സംഭവത്തിൽ നമുക്ക് ചേഞ്ച് ചെയ്തുണ്ടാക്കാം. മെത്തേഡ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഇത് തന്നെയാണ് ബേസായിട്ട് തയ്യാറാക്കുന്ന രീതി. ഇതിൽ മസാലകൾ നമുക്ക് മാറ്റി നമുക്ക് എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ചേർക്കാം. അപ്പോൾ അങ്ങനെ പല രീതിയിലും ഇതിന് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ, ഇഷ്ടമുള്ള ടേസ്റ്റിൽ സ്പൈസി ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് മസാലകൾ കൂടുതൽ വരുന്നതാണ്. സൗത്ത് ഇന്ത്യൻ ടെക്സ്ചറിലുള്ള പിസയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന കാര്യങ്ങൾ. ഇതിൽ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത് മൊസറല്ല ചീസ് മാത്രമാണ്. ബാക്കിയെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഐറ്റംസാണ്.